ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് മില്ലറ്റ്സ് ദോശയാണ്. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ കൊണ്ട് എങ്ങനെ ഇഡ്ഡലി, ദോശ എല്ലാം ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റാഗിയാണ്, പിന്നെ 1 കപ്പ് ജോവറാണ്. ജോവർ എന്നാൽ ജോളം. അതിൽ ഹൈ ഓഫ് ഫൈബർ ഉണ്ട്. അത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. പ്രോട്ടീൻ റിച്ചാണ്, പിന്നെ ഗ്ലൂട്ടൻ ഫ്രീയുമാണ്. പിന്നെ 2 കപ്പ് ബ്രൗൺ റൈസാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ റൈസ് ലോവർ കൊളസ്ട്രോളിന് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വെള്ള അരിയിൽ അടങ്ങിയതിനേക്കാൾ പോഷകങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഞാനിവിടെ 1 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 സ്പൂൺ ഉലുവ. അപ്പോൾ നമുക്കിതെല്ലാം ആദ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. സോ റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് ഒരു 3 ടൈംസ് എങ്കിലും വാഷ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പോഴേ ഇതിൻ്റെ അഴുക്കുകളൊക്കെ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, വാഷ് ചെയ്ത ശേഷം നമുക്കിതിനെ നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ച് നമുക്കിതിനൊരു 7 hours സോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ മില്ലറ്റ്സ് എല്ലാം സോക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അരയ്ക്കാൻ വേണ്ടി ഞാനൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ശുദ്ധമായ വെള്ളത്തിൽ വേണം സോക്ക് ചെയ്ത് വെക്കാമെന്ന്. നമ്മൾ ആ സെയിം വെള്ളമാണ് ഇത് അരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ബ്ലെൻഡിങ് ആയ പോലെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക, ആയിട്ടില്ല. എഗെയിൻ നമ്മൾ ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്ത ശേഷം നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആയ ശേഷം നമുക്കിത് ഒരു വെസലിലോട്ട് ഒഴിക്കാം. അങ്ങനെ ബാക്കിയുള്ള മില്ലറ്റ്സും കൂടിയും ഇതിനോട് ഇട്ടിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റാഗി, ജോവർ, ബ്രൗൺ റൈസ് ഇത് മൂന്നും വളരെ പൗഷ്ടികമായ ചേരുവകളാണ്. സോ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മില്ലറ്റ്സും കൂടി അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1-1.5 സ്പൂൺ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഒരു 8 മണിക്കൂറോളം അത് ഫെർമെൻറ്റേഷൻ ആവാൻ വേണ്ടി വയ്ക്കാം. നെക്സ്റ്റ് മോർണിംഗ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. വാവ്, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. സോ നമുക്കിതിന് ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ, ബിക്കോസ് അപ്പോഴേ നന്നായി മിക്സ് ചെയ്താലേ ആ സോൾട്ടൊക്കെ ഒന്ന് നന്നായി അതിലൊന്ന് മെൽറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ സെയിം മാവിലിനെ നമുക്ക് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായി ഇഡ്ഡലി ഉണ്ടാക്കാനാണ് പോകുന്നത്. സോ ഇഡ്ഡലി ഉണ്ടാക്കിയ ആ ടൈമിൽ നമുക്ക് ദോശയും ഒഴിച്ചു കൊടുക്കാം. സോ ഞാനിവിടെ ഇഡ്ഡലി തട്ടിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. സോ എണ്ണ തേച്ച ശേഷം ഞാനിവിടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിലോട്ട് വയ്ക്കാം. ആ സമയം നമുക്കൊരു ദോശ നല്ല റോസ്റ്റ് നന്നായി പരത്തി അതിൽ കുറച്ച് ഓയിലും ഗീയും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ക്രിസ്പി റോസ്റ്റാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത്. സോ നമുക്കത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കത് മറിച്ചിട്ട് എടുക്കാം. ആ സമയം കൊണ്ട് ഇവിടെ നമ്മുടെ ഇഡ്ഡലി റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. സോ നമുക്കത് എടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇഡ്ഡലി എടുത്ത ഉടനെ നമ്മൾ എടുക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റെങ്കിലും അതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് അത് എടുക്കാം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. സോ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്രിസ്പി റോസ്റ്റ് ആൻഡ് ഇഡ്ഡലി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് എന്നോട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. Okay then guys, thank you, bye bye, have a nice day.